സർ, തീവ്ര ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അവർ പഠിച്ചു വരുന്ന സ്പെഷ്യൽ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് വരുന്ന വിവിധ വിഷയങ്ങൾ ബഹുമാനപ്പെട്ട സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിലേക്കും ആയതിൽ പരിഹാരം കാണുന്നതിലേക്കുമാണ് ഈ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിക്കുന്നത്. സർ, നിലവിൽ ലഭ്യമായ ഡേറ്റകൾ പ്രകാരം 4 കോടിയിലേറെ ബൗദ്ധിക ഭിന്നശേഷിക്കാർ നമ്മുടെ രാജ്യത്ത് ഉണ്ടെന്നാണ് അറിയുന്നത്. അതിൽ തന്നെ 2.5 ലക്ഷത്തോളം പേർ നമ്മുടെ സംസ്ഥാനത്തുള്ളവരാണ്. അതിൽ തീവ്ര ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികളും അവരുടെ കുടുംബങ്ങളും ഒരു പരിധിവരെ നമ്മുടെ സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും അവഗണനകൾ ഏറ്റുവാങ്ങുന്നവരാണ് എന്നാണ് യാഥാർത്ഥ്യം. തീവ്ര വെല്ലുവിളികൾ നേരിടുന്ന ഈ വിഭാഗം വ്യക്തികൾ ഏറെയും സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളുകളിലാണ് സർ അധ്യയനം നടത്തുന്നത്. സർ, സംസ്ഥാനത്ത് സർക്കാരിൻ്റെ അധീനതയിൽ ഒരു സ്പെഷ്യൽ സ്കൂൾ മാത്രമാണ് ഇന്ന് നിലവിലുള്ളത്. ബാക്കിയുള്ള 285 സ്കൂളുകളും NGOs നടത്തുന്ന സ്കൂളുകളാണ് സർ. സർ, ഇതിലെ ഒരു പ്രധാനപ്പെട്ടൊരു വിഷയം, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സംസ്ഥാനത്തെ ബഡ് സ്കൂളുകളിൽ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ സ്കൂളുകൾക്ക് അംഗീകാരം കൊടുക്കുന്നുണ്ട് സർ. പക്ഷേ ഈ സ്പെഷ്യൽ സ്കൂളുകളിൽ 18 വയസ്സിൽ താഴെയുള്ള 20 കുട്ടികളുണ്ടെങ്കിൽ മാത്രമാണ് ആ സ്കൂളുകൾക്ക് അംഗീകാരം കൊടുക്കുന്നത്. സർ, ഈ ഇത്തരത്തിൽ അംഗീകാരമില്ലാത്ത സ്കൂളുകൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു തരത്തിലുമുള്ള ആനുകൂല്യങ്ങൾ, സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ളവ ലഭ്യമാകാത്തതുകൊണ്ട് അവരുടെ മുന്നോട്ടുള്ള ആ സ്കൂളിൻ്റെ പോക്കിന്, ഈ കുട്ടികൾക്ക് ആവശ്യമായ മെഡിസിന്, അവർക്ക് വേണ്ട ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന്, അവർക്ക് ചെറിയ തൊഴിൽ പരിശീലനങ്ങൾ ചെയ്യുന്നതിനെല്ലാം തന്നെ അവർ ചാരിറ്റി ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകളുടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളുടെയോ സഹായങ്ങൾ മാത്രമാണ് സർ അവർക്ക് നിലവിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാർ ഈ 18 വയസ്സ് എന്നുള്ള പ്രായപരിധി ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് ആ സ്കൂളുകൾക്ക് അംഗീകാരം കൊടുക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് സാർ എനിക്ക് ആദ്യം തന്നെ ഈ വിഷയത്തിൽ പറയാനുള്ളത്. സർ, അതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞ പോലെ ഇവർക്ക് 18 വയസ്സിന് ശേഷം ഇവർ എങ്ങോട്ടാണ് സാർ പോകുന്നത്? പുനരധിവാസ കേന്ദ്രങ്ങളില്ല സർ. 2 പുനരധിവാസ കേന്ദ്രങ്ങൾ മാത്രമാണ് സർക്കാരിൻ്റെ അണ്ടറിൽ നമുക്ക് സംസ്ഥാനത്തുള്ളത്. ബാക്കിയെല്ലാം തന്നെ NGOസിൻ്റെ അണ്ടറിലുള്ള പുനരധിവാസ കേന്ദ്രങ്ങളാണ് സാർ. അപ്പോൾ കൂടുതൽ ഇവരുടെ, നമുക്കറിയാം, ഈ അതിതീവ്ര ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് അവരുടെ കുടുംബാംഗം, ഒരു മാതാവോ പിതാവോ ഒരാൾ മുഴുവൻ സമയവും ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും സാർ. 18 വയസ്സിന് ശേഷം ഇവരുടെ ബുദ്ധിക്ക് യാതൊരു വികാസവും സംഭവിക്കാത്ത കൊണ്ട് തന്നെ അവർ ആജീവനാന്തകാലം അവരെ സംരക്ഷിക്കുന്നതിന് ഒരാൾ പൂർണ്ണമായും ഇവരോടൊപ്പം നിൽക്കേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് സാർ പുനരധിവാസ കേന്ദ്രങ്ങൾ ഏറ്റവും അത്യാവശ്യമാണ് സാർ. അപ്പോൾ ആ തരത്തിൽ കൂടുതൽ പുനരധിവാസ കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് സർക്കാരിൻ്റെ ഭാഗമായി ആരംഭിച്ച് അവർക്ക് സംരക്ഷണം നൽകണമെന്നുകൂടി ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ് സാർ. ഒപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, അതിന് വരുമാന പരിധി നിശ്ചയിച്ചിരിക്കുന്ന 1 ലക്ഷം രൂപയാണ് സാർ. ഇത് സ്വന്തമായി വരുമാനമില്ലാത്ത ഈ വെല്ലുവിളികൾ നേരിടുന്ന വിഭാഗക്കാർ കൂടിയുള്ള ഒരു കുടുംബത്തിൽ 1 ലക്ഷം രൂപ പ്രായപരിധി നിശ്ചയിച്ചാൽ അവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്നതിന് വളരെയേറെ പ്രയാസം നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് സാർ. ഏറ്റവും ചുരുങ്ങിയത് 5 ലക്ഷം രൂപയായെങ്കിലും അവരുടെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഉയർത്തുന്നതിനുള്ള നടപടി ബഹുമാനപ്പെട്ട സർക്കാർ സ്വീകരിക്കണമെന്ന് ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ് സാർ. ഒപ്പം തന്നെ സാർ, 1-2 കാര്യങ്ങൾ കൂടി ഞാൻ ഏറ്റവും പെട്ടെന്ന് തന്നെ പറയാം സാർ. ആശ്വാസകിരണം പദ്ധതി 17 മാസം കുടിശ്ശികയായിരുന്നു. 7 മാസം കഴിഞ്ഞ ദിവസം കൊടുത്തതിനുള്ള നന്ദി അറിയിക്കുകയാണ്. ബാക്കി 10 മാസം കൂടി അടിയന്തരമായി കൊടുക്കുന്നതിനുള്ള ഒരു നടപടി സർക്കാർ സ്വീകരിക്കണം സാർ. ഒപ്പം തന്നെ ഇവരുടെ നിരാമയ ഇൻഷുറൻസിൻ്റെ പ്രീമിയം സർക്കാർ അടച്ചുകൊണ്ടിരുന്നതാണ് സാർ. വളരെ കുറച്ച് പ്രീമിയം മാത്രമാണുള്ളത്. അത് പക്ഷേ ഇപ്പോൾ സർക്കാർ അടയ്ക്കാത്തത് കൊണ്ട് അത് വലിയ പ്രശ്നത്തിലേക്ക് വന്നു. അത് സർക്കാർ കൊടുക്കാനുള്ള നടപടി കൂടി സ്വീകരിക്കണം സാർ. ഒപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിന് ഉള്ള ഒരു നടപടി കൂടി സ്വീകരിച്ചുകൊണ്ട് ഭിന്നശേഷിക്കാരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും UDID കാർഡും സമയബന്ധിതമായി അവർക്ക് ലഭ്യമാക്കുന്നതിനുള്ള ഒരു നടപടി കൂടി ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും വകുപ്പിൻ്റെയും ഭാഗത്തു നിന്ന് എടുത്തുകൊണ്ട് ഈ വിഭാഗത്തിൽപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളെ സംരക്ഷിക്കുന്നതിനും അവരുടെ കുടുംബാംഗങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനുമായ നടപടി ബഹുമാനപ്പെട്ട സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക വകുപ്പ് മന്ത്രി. ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷിക്കാരെ, പ്രത്യേക പരിഗണന ആവശ്യമുള്ള വിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഉള്ളത് സർ. ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് പ്രകാരമുള്ള വ്യവസ്ഥകൾ ഏറ്റവും കാര്യക്ഷമമായി ഏറ്റവും ത്വരിതഗതിയിലാണ് നാം നടപ്പാക്കി വരുന്നത്. ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ പുനരധിവാസം, ആരോഗ്യം, സ്വയം തൊഴിൽ, വിദ്യാഭ്യാസം, തൊഴിൽ സംവരണം എന്നീ മേഖലകളിലൊക്കെ സാമൂഹ്യനീതി വകുപ്പ് വ്യത്യസ്തങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട്. സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റീസ് മുഖേന പ്രീ സ്കൂൾ തലത്തിൽ തന്നെ കുട്ടികൾക്ക് അനുയോജ്യമായ പരിശീലനവും പരിചരണവും നൽകി പരമാവധി കുട്ടികളെ ജനറൽ സ്കൂളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ അംഗനവാടികൾ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് അക്കാദമിക പരിശീലനത്തോടൊപ്പം
തെറാപ്പികളും നൈപുണ്യ വികസന പരിശീലനവും എല്ലാം നൽകുന്ന മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെൻ്ററുകൾ, റീജിയണൽ ഓട്ടിസം റീഹാബിലിറ്റേഷൻ സെൻ്ററുകൾ, ചൈൽഡ് ഡെവലപ്മെൻറ്റ് റിസർച്ച് സെൻ്റർ, ഓട്ടിസം സ്ക്രീനിങ്ങും ആധുനിക തെറാപ്പി സൗകര്യങ്ങളും ഈ മേഖലയിലെ പഠന ഗവേഷണ പ്രവർത്തനങ്ങളും രക്ഷിതാക്കൾക്കുള്ള പരിശീലനവും എല്ലാം ഉൾക്കൊള്ളുന്ന സ്പെക്ട്രം പദ്ധതി എന്നിവ സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കി വരുന്നവയാണ്. നിലവിൽ തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, മഞ്ചേരി മെഡിക്കൽ കോളേജുകളിലും കോഴിക്കോട് ഇംഹാൻസിലും ഓട്ടിസം സെൻ്ററുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഓട്ടിസം സംശയിക്കുന്ന 3 വയസ്സിന് താഴെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ എല്ലാ വിധത്തിലുള്ള തെറാപ്പി സൗകര്യങ്ങളുമുള്ള ഒരു റീജിയണൽ ഓട്ടിസം റീഹാബിലിറ്റേഷൻ സെൻ്ററും ഗവേഷണ കേന്ദ്രവും ഇരിങ്ങാലക്കുടയിലെ നിപ്മർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ നിഷിലും ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. മെമ്പർ ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ പ്രധാനമായിട്ടും സ്പെഷ്യൽ സ്കൂളുകൾ വരുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഉൾച്ചേർക്കൽ വിദ്യാഭ്യാസം എന്ന നയത്തിൽ ഊന്നി ആരംഭിച്ച പദ്ധതികളിൽ ഒന്നാണ് മോഡൽ ഇൻക്ലൂസീവ് സ്കൂൾ പദ്ധതി. 84 സ്കൂളുകൾ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സ്കൂളുകളിൽ ഇത്തരം കുട്ടികൾക്ക് വേണ്ട സൗഹൃദാന്തരീക്ഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരിശീലനങ്ങളും തെറാപ്പി സൗകര്യങ്ങളും എല്ലാം നൽകി വരുന്നുണ്ട്. 23-24 വർഷത്തിൽ ഗ്രാൻറ്റിനായി അപേക്ഷ സമർപ്പിച്ച 275 സ്കൂളുകൾക്ക് 44,91,610 രൂപ സ്പെഷ്യൽ സ്കൂൾ പാക്കേജിൻ്റെ ഭാഗമായിട്ട് സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. 24-25 വർഷം 50 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. 288 സ്കൂളുകളുടെ അപേക്ഷയാണ് ലഭ്യമായിട്ടുള്ളത്. അതുപോലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സമഗ്ര ശിക്ഷ അഭിയാൻ്റെ ഭാഗമായിട്ട് ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം, വെർച്വൽ ക്ലാസ് മുറികൾ, ചങ്ങാതിക്കൂട്ടം, സ്പെഷ്യൽ കെയർ സെൻ്ററുകൾ, പർച്ചേസ് ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻസ്പെക്ഷൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, മെഡിക്കൽ ക്യാമ്പ്, സഹായ ഉപകരണങ്ങളുടെ വിതരണം, സ്പോർട്സ് ആൻഡ് എക്സ്പോഷർ വിസിറ്റ്, തെറാപ്പി സൗകര്യങ്ങൾ, പഠന സാമഗ്രികൾ വികസിപ്പിക്കൽ, ഓഗ്മെൻറ്റേഷൻ ഓഫ് ഓട്ടിസം സെൻറ്റേഴ്സ്, എൻവയൺമെൻറ്റ് ബിൽഡിംഗ് പ്രോഗ്രാം തുടങ്ങി നിരവധിയായ ഘടകങ്ങൾ ഉൾച്ചേരുന്ന സമഗ്ര പദ്ധതി ഇതുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്നുണ്ട്. കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന ബൗദ്ധിക ഭിന്നശേഷി നേരിടുന്ന കുട്ടികൾക്കായിട്ട് ബഡ് സ്കൂളുകളും ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്ററുകളും പ്രവർത്തിച്ചു വരുന്നത്. നിലവിൽ 378 ബഡ് സ്ഥാപനങ്ങൾ, 166 ബഡ് സ്കൂളുകളും 212 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്ററുകളും സംസ്ഥാനത്തുടനീളം പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്ഥാപനങ്ങളിലൂടെ 13,081 പരിശീലനാർത്ഥികളായിട്ടുള്ള ആളുകൾക്ക് പുനരധിവാസം, തൊഴിൽ പരിശീലനം, ദൈനംദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള പ്രായോഗിക പിന്തുണ ഇതെല്ലാം നൽകി വരുന്നുണ്ട്. ബഡ് സ്ഥാപനങ്ങൾക്ക് വാഹനങ്ങൾ വാങ്ങുന്നതിന് 36 സ്കൂളുകൾക്ക് 15 ലക്ഷം രൂപ വീതം കുടുംബശ്രീ അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ബഡ് സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് 12.5 ലക്ഷം രൂപ വീതം 259 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. അവരുടെ ലൈവ്ലിഹുഡ് പാക്കേജ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 230 സ്ഥാപനങ്ങളിൽ ഉപജീവന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് 4 കോടി രൂപ അനുവദിച്ച് നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പരിശീലനം പൂർത്തീകരിച്ച് ഉൽപ്പന്ന നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സഞ്ജീവനി അഗ്രി തെറാപ്പി എന്ന പേരിൽ പഴം പച്ചക്കറി കൃഷിക്കുള്ള പദ്ധതിയും ആരംഭിച്ചിട്ടുണ്ട്. സാമൂഹ്യനീതി വകുപ്പിൻ്റെയും കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഇത്തരം ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി കമ്മ്യൂണിറ്റി ഡിസബിലിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ നടപ്പാക്കി വരുന്നുണ്ട്. സ്പെഷ്യൽ സ്കൂൾ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് മെമ്പർ ഇവിടെ ചൂണ്ടിക്കാണിച്ച 18 വയസ്സിൽ താഴെയുള്ള 20 ഭിന്നശേഷിക്കാർ വേണമെന്ന നിബന്ധന, അത് സംബന്ധിച്ച് നിരവധി നിവേദനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ അക്കാര്യം പുനഃപരിശോധിക്കാവുന്നതാണ്. ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന സ്ത്രീകളുടെ പുനരധിവാസത്തിനായിട്ട് തൃശ്ശൂരിൽ പ്രത്യാശാ ഭവനും കൊല്ലത്ത് പ്രിയാഹോമും പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസം ലക്ഷ്യം ഇട്ടുകൊണ്ട് 3 കേന്ദ്രങ്ങളിലായിട്ട് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പുനരധിവാസ വില്ലേജുകൾ സ്ഥാപിക്കും
എന്നുള്ള പ്രഖ്യാപനം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടപടികൾ സ്വീകരിച്ചു വരികയാണ്. എല്ലാവിധ തെറാപ്പി സൗകര്യങ്ങളും ആരോഗ്യ കേന്ദ്രങ്ങളും തൊഴിലുൽപാദനപരമായ പ്രവർത്തനങ്ങളും ഒക്കെ സാധ്യമാകുന്ന വിധത്തിലാണ് പുനരധിവാസ ഗ്രാമങ്ങൾ ഡിസൈൻ ചെയ്യുന്നത്. നിരാമയ ഇൻഷുറൻസിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. 40% അതിൽ കൂടുതലോ ഭിന്നശേഷിയുള്ള മുഴുവൻ വ്യക്തികളും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ സമഗ്ര ഇൻഷുറൻസ് നൽകി വരുന്നു. അതിന് അർഹരാണ് എന്നുള്ളത് കൊണ്ടാണ് നിരാമയ ഇൻഷുറൻസിന് പണമടയ്ക്കുന്നത് സംബന്ധിച്ച് പ്ലാനിംഗ് ബോർഡിൻ്റെ തീർപ്പനുസരിച്ചാണ് അത് അടയ്ക്കാൻ കഴിയാതെ വന്നത്. ഈ വർഷം അത് നിർബന്ധപൂർവം അടയ്ക്കേണ്ടതുണ്ട് എന്ന ആവശ്യം ഉന്നയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ അതിന് അനുമതി ലഭ്യമായിട്ടുണ്ട്. ഉത്തരം നീണ്ടതാണോ? ബാക്കി മേശപ്പുറത്ത് വയ്ക്കും. സർ, ഒരു കാര്യം കൂടി എനിക്കൊന്ന് വ്യക്തമാക്കിയാൽ മതി. സർ, ചോദ്യം ഇവർക്ക് 18 വയസ്സിന് മേൽ അതിതീവ്ര ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് വേണ്ടി തൊഴിൽ പരിശീലനത്തിന് വേണ്ടി നമ്മുടെ സർക്കാർ ബഡ്ജറ്റിൽ പണം മാറ്റിവെക്കുന്നുണ്ട്. പക്ഷെ അത് പലപ്പോഴും അത് പൂർണ്ണമായും വിനിയോഗിക്കപ്പെടാതെ ലാപ്സായി പോകുന്ന ഒരു സാഹചര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് അവർക്ക് തൊഴിൽ പരിശീലനത്തിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമോ? ഞാൻ ഇതിനകം ഇവിടെ അറിയിച്ച വിവരങ്ങൾ തന്നെ അതിനകത്ത് തന്നെയുണ്ട്. ധാരാളം തൊഴിലുൽപാദനപരമായ പ്രവർത്തനങ്ങളും പരിശീലനങ്ങളും വ്യത്യസ്ത കേന്ദ്രങ്ങൾ ആസ്പദമാക്കി ഇവിടെ നടന്നു വരുന്നുണ്ട്. ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് തൊഴിൽ പരിശീലനത്തിന് ആവശ്യമായ നൈപുണ്യ വികസന പദ്ധതികൾ ഉൾച്ചേരുന്ന പ്രചോദനം എന്ന പുതിയ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പഠന മോഡ്യൂളുകളെല്ലാം രൂപീകരിച്ചു കഴിഞ്ഞു. ഈ വർഷം ഉടനെ തന്നെ ആ പദ്ധതി ആരംഭിക്കുന്നതാണ്. എല്ലാ ജില്ലകളിലും തിരഞ്ഞെടുക്കപ്പെടുന്ന NGOകൾ മുഖാന്തരമാണ് ഈ പ്രചോദനം എന്ന സ്കിൽ എൻഹാൻസ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട തൊഴിലുൽപാദന പരിപാടി ആരംഭിക്കുന്നത്. അതുകൂടാതെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറുള്ള കുട്ടികളുടെ പുനരധിവാസത്തിന് 4 കോടി രൂപ ഇത്തവണത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1 കോടി രൂപ ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മറ്റൊരു പദ്ധതിയുടെ ഭാഗമായിട്ടും ലഭ്യമായിട്ടുണ്ട്. ഈ 5 കോടി രൂപയുടെ സമഗ്ര പദ്ധതിയിൽ തീർച്ചയായും നമുക്ക് കൂടുതൽ തൊഴിലുൽപാദനപരമായ പ്രവർത്തനങ്ങളും ആരംഭിക്കാം.